ഈശോയുടെ സ്ട്രാറ്റജിയും നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളുടെ സ്ട്രാറ്റജിയും രണ്ടാണ്. ഈശോ ഒരാളെ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ അവരോട് പറയും, ഇതാരോടും പറയരുതെന്ന് പറയും. പക്ഷെ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ അങ്ങനെയല്ല. അവർ പറയും, എല്ലാവരോടും പറയാൻ പറയും. അതുമാത്രമല്ല, അടുത്ത ധ്യാനത്തിൻ്റെ പോസ്റ്ററുകൾ കഴിയാവുന്നിടത്തൊക്കെ കൊണ്ടുവയ്ക്കാൻ പറയും, ഷെയർ ചെയ്യാൻ പറയും. അതോ അല്ലെങ്കിൽ അവിടെ നടന്ന അത്ഭുതങ്ങളൊക്കെ അടിച്ച പത്രം എടുത്തിട്ട് എല്ലായിടത്തും എത്തിക്കാൻ പറയും. അപ്പോൾ ഈശോ എന്താണ് ആഗ്രഹിച്ച് അതല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈശോയുടെ അനുസരണക്കേട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ അനുസരണക്കേട് തന്നെയാണ് ഈശോയുടെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു ഈ രണ്ട് കാഴ്ചയില്ലാത്ത ആൾക്കാരും ചെയ്യുന്നത്. അവരുടെ കണ്ണ് തുറന്നിട്ട് ഈശോ അവരോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നോക്കൂ ഇത് ആരോടും പറയരുത്. പക്ഷെ അവരെന്ത് ചെയ്ത്, അവർ ആ ഡിസ്ട്രിക്റ്റ് മുഴുവൻ നടന്നത് ഷെയർ ചെയ്ത് അത് വൈറലാക്കി. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ഉണ്ട് അവരുടെ പറച്ചിൽ. അതെന്താ? ദ സ്പ്രെഡ് ന്യൂസ് എബൌട്ട് ഹിം എന്ന് പറയാം. അവനെക്കുറിച്ചാണ് അവർ ന്യൂസ് പറഞ്ഞത്, അവനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്, അത്ഭുതത്തെക്കുറിച്ചല്ല. അവർ കിട്ടിയ അത്ഭുതത്തെക്കുറിച്ചല്ല, അവനെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതാണ് സ്പ്രെഡ് ചെയ്തത്. നമ്മൾ സ്ഥലത്ത് നിന്നൊരു അത്ഭുതം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 10 പേരോട് നമ്മളിങ്ങനെ പറയും, ദേ അവിടെ പോകണോട്ടാ, അവിടെ എന്തോരം അത്ഭുതങ്ങൾ നടക്കണം, അവിടെ സൂപ്പറാണ്, അവിടെ പോയി നിങ്ങൾക്ക് എന്തായാലും അത്ഭുതം കിട്ടും. അവിടെ പോണോട്ടാ എന്ന് പറയണതിന് പകരം അവൻ്റെ അടുത്ത് പോണോട്ടാന്ന് പറയണ്ടേ? അവൻ്റെ അടുത്ത് പോകണം. അതാണ് വിശ്വാസം.